ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പം കുറേ ആയി ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. ഇത് 2 മന്ത് മുന്നുള്ള വീഡിയോ ആണ് കേട്ടോ. ഓൾറെഡി ഞാൻ ഇതിൻ്റെ ഷോർട്സും അതുപോലെ തന്നെ റീൽസൊക്കെ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് കുറച്ച് പാർട്സ് ആയിട്ട്. അപ്പോൾ ഇത് ഫുൾ വ്ളോഗ് ഇതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമ്മളിനിയിപ്പം ലോങ് വീഡിയോസൊക്കെ ഇനി അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഇതിലാണ്. അപ്പം ഇത് വരുന്നതിൻ്റെ തലേ ദിവസമാണ്. അതായത് നമുക്ക് കൊച്ചിയിൽ നിന്നാണ് ഫ്ലൈറ്റ് വരുന്നത്. ഡയറക്റ്റ് ഫ്ലൈറ്റ് കൊച്ചിയിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ കണ്ണൂരിൽ നിന്നാണ് പോകുന്നത്. നമ്മൾ വീട് കണ്ണൂരാണല്ലോ. അപ്പം രാവിലെ ഇസ്തിരിടലും അതുപോലെ തന്നെ പെട്ടി പാക്ക് ചെയ്യുന്ന കുറച്ച് പരിപാടി അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ വിചാരിക്കാണ്ട് വന്നൊരു നാട്ടിലേക്ക് വന്നതാണ് കേട്ടോ. വിചാരിക്കാണ്ട്, കാരണം ബാക്ക് പെയിനൊക്കെ വന്നിട്ട് പിന്നെ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു പീരീഡ്സ് ആവുമോ എന്നുള്ളത്. അപ്പോൾ ട്രാവലിംഗ് കിറ്റൊക്കെ കരുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് വ്ലോഗ് ഞാൻ ഒരു ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ അങ്ങനെ ഇറങ്ങാൻ പോകുന്നതിൻ്റെ മുന്നേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഫിറ്റ് ചെക്ക് ചെയ്യാൻ കേട്ടോ. അപ്പം നവാലും ഇന്നും പോകുന്നതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്നാണ് പോകുന്നത്. ഇത് ഹസ്ബൻഡിൻ്റെ റിലേറ്റീവ്സാണ്. അപ്പോൾ എല്ലാവരും ഉണ്ട്. അപ്പം എൻ്റെ കൂടെ കൊച്ചി വരെ വരുന്നത് ആൻറ്റിയും ആൻറ്റിയുടെ മോളുമാണ്. അതായത് ഹസ്ബൻഡിൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മോളും അനിയത്തിയും അങ്ങനെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ പോകുന്നത്. പിന്നെ കാർണവറും ഉണ്ട്, പിന്നെ ഇക്കാൻ്റെ ഫ്രണ്ടും ഉണ്ട്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത്. പിന്നെ പോകുന്നതിൻ്റെ തലേന്നാണ് നമ്മൾ ഇവിടുന്ന് വിടുന്നത്. കാരണം രാവിലെയാണ് ഫ്ലൈറ്റ്, രാത്രി വിടുന്നുണ്ട്. കൊച്ചി വരെ എത്തണ്ടല്ലേ അങ്ങനെ. അപ്പോൾ നമ്മൾ ട്രാവലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് പാട്ടൊക്കെ വെച്ചിട്ട് കുറച്ച് എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. കാരണം നമ്മൾ എന്തായാലും കുറേ ടൈമുണ്ട് ഓടാൻ വേണ്ടിച്ച്. അപ്പോൾ അങ്ങനെ ഉറക്കം കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ വർത്തമാനം പറഞ്ഞ് അങ്ങനെ പോക്കാണ്. മാഹിയിലെത്തിച്ച് പെട്രോളൊക്കെ അടിച്ചു. പിന്നെ അവിടെ നിന്ന് വിടലാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായയൊക്കെ കുടിക്കാൻ നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് കൊച്ചി പോകുന്നത്. എനിക്ക് പണ്ടേ ആഗ്രഹമുണ്ട് കൊച്ചി കാണണം, എക്സ്പ്ലോർ ചെയ്യണമൊക്കെ. പക്ഷെ അതൊന്നും പറ്റിയിട്ടില്ല. പക്ഷേ കൊച്ചിയിൽ ഫ്ലൈറ്റ് കയറേണ്ട ഒരു ഇത് കിട്ടി, അത്ര തന്നെ. അങ്ങനെ കുറച്ച് നിർത്തിയാണ് പോകുന്നത്. കാരണം ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ ഒരേ പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഫ്ലൈറ്റിലെല്ലാം ഇരിക്കണ്ടല്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് നിർത്തി മെല്ലെയാണ് പോകുന്നത്. അങ്ങനെ പോക്കാണ്. പിന്നെ നമ്മൾ പോകുന്ന ടൈമിൽ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വന്ന ടൈമിലും നല്ല മഴയുണ്ടായിരുന്നു അന്നത്തെ ദിവസം. നമ്മളിതേപോലെ എയർപോർട്ടിൽ നിന്ന് വരുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. നമുക്ക് മഴ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു നാട്ടിൽ വന്നപ്പം. അങ്ങനെ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെയൊക്കെ കൊച്ചി കാണുന്നത്. കാരണം കൊച്ചി എക്സ്പ്ലോർ ഒന്നും ചെയ്യാൻ പറ്റില്ലെങ്കിലും കൊച്ചി ഇങ്ങനെ കാണുന്നത് തന്നെ ആദ്യമായിട്ടാണ്. ഇൻഷാല്ലാ ഒരു ദിവസം കൊച്ചി മൊത്തമായിട്ടൊന്നും എക്സ്പ്ലോർ ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട് ഇൻഷാല്ലാ. അങ്ങനെ കൊച്ചിൻ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വന്ന് ഒന്ന് ഫ്രഷായിട്ട് ഇന്നുവിൻ്റെ നവാലിൻ്റെ ഡൈപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് സെറ്റാക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതെല്ലാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് കുവൈത്ത് എയർവേസിൽ കയറുന്നത്. അതും ആദ്യത്തെ സംഭവമാണ്. അപ്പം പിന്നെ ഒറ്റയ്ക്ക് 2 മക്കളെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. അപ്പോൾ വരുന്ന സമയത്ത് ഉണ്ടായിരുന്നല്ലോ, പോകുന്ന സമയത്ത് ഇക്കില്ല. അപ്പോൾ ഞാനും മോളും കൂടെ അങ്ങനെ പോക്കാണ്. അപ്പം ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെയാണ്. മൊത്തത്തിൽ പുതിയ എക്സ്പീരിയൻസ് ആണ് കൊച്ചിൻ എയർപോർട്ട്, അതുപോലെ തന്നെ എയർവേസിലെ യാത്ര, അതുപോലെ തന്നെ 2 മക്കളെയും കൂട്ടി വെച്ച് ഒറ്റക്കുള്ളൊരു യാത്ര. അപ്പോൾ ശരിക്കും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത് തന്നെയാണ്. എപ്പോഴും എല്ലാവരും നമ്മളെ കൂടെ ഉണ്ടാകണമെന്നൊന്നുമില്ലല്ലോ. നമ്മൾ ഒറ്റക്കും പോയി പഠിക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ എയർവേസിൽ എനിക്ക് യാതൊരു വിധത്തിലുള്ള ഐഡിയ ഇല്ല. പിന്നെ തലേദിവസം ഇങ്ങനെ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു കുവൈത്ത് എയർവേസിൻ്റെ, ഇങ്ങനെ ആയിരിക്കും ഇതെന്നൊക്കെ. അപ്പോൾ അന്നൊരു ഏകദേശം ഐഡിയ കിട്ടിയത്. പക്ഷേ ഇത്ര പ്രതീക്ഷിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പം എനിക്ക് ബാക്ക് പെയിൻ ആയതുകൊണ്ട് എനിക്ക് ഫ്രണ്ടിലെ സീറ്റാണ് കേട്ടോ തന്നത്. കുറച്ച് കാലൊക്കെ നീട്ടി വെക്കാൻ പറ്റിയിട്ടുള്ള ടൈപ്പ് സീറ്റാണ് ഉണ്ടായത്. ഞാൻ കുവൈത്ത് എയർവേസിൽ എക്കണോമിയിലാണ് കേട്ടോ ട്രാവൽ ചെയ്യുന്നത്. മുന്നിൽ ഫസ്റ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പം എക്കണോമിയിലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. എക്കണോമി എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണെന്നൊരു ഐഡിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ എക്സ്പീരിയൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഇനിയൊന്നും ട്രാവൽ ചെയ്യാണ്ട് കുവൈത്ത് എയർവേസിൽ തന്നെ കയറിയിട്ടില്ല, ആദ്യമായിട്ടാണ്. അപ്പം അതിൻ്റെ ഒരു എക്സ്പീരിയൻസും മറ്റൊന്ന് എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മുന്നേ. അപ്പോൾ അത് സാധിച്ചു. അപ്പോൾ നവാലിന്
ചെറിയൊരു ബെൽറ്റ് തന്നിട്ടുണ്ടായിന്. പിന്നെ ഇന്നു സീറ്റിൽ തന്നെയാണ് ഇരുത്തിയത്. ഈ ഒരു ടി വിയിലെ കൂടി നമ്മൾ പോകുന്നതൊക്കെ ഇല്ലേ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല വിഷ്വലായിരുന്നു. അപ്പം നമ്മളിത് പോകുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ട്രെയിൻ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അത് നമുക്ക് വിഷ്വൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. കാരണം 2 പിള്ളേരുണ്ടോണ്ട് 2 ഹാൻഡിൽ ചെയ്യേണ്ട സമയമുണ്ട്. അത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ രണ്ടാളൊന്ന് അനങ്ങാണ്ടിരുന്നപ്പോൾ വീഡിയോസ് ഞാൻ സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ തന്നെ. പിന്നെ നമുക്കിതിലൊരു ടാബെല്ലാം വരുന്നുണ്ട് കേട്ടോ. അടിയിലേക്ക് കൂടിയാണ് ഇങ്ങനെ പൊന്തിക്കുന്ന ടൈപ്പാണ് ഇത് വരുന്നത്. അപ്പം ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തമിഴ് പാട്ട്, ഹിന്ദി പാട്ട്, പിന്നെ ഇംഗ്ലീഷ് സീരീസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബ്ലാങ്കറ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇന്നുവിനും അണക്കൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ നവാലിനെ കടത്താൻ വേണ്ടിച്ച് ബെഡ്, അതായത് ഒരു തൊട്ടിൽ പോലെ നമുക്ക് ബെഡും തൊട്ടിലും കൂടെ അങ്ങനത്തെ ഒരു ടൈപ്പ് സാധനം തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് കുറച്ച് റിലാക്സ് ചെയ്യാനും മാറ്റിയെടുക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ കുറച്ചൊന്ന് കൈയൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കടത്തിയാലും മതിയായിരുന്നു. പിന്നെ നമുക്ക് ടൈം പോകാൻ വേണ്ടിയിട്ട് ഞാനും നവാലും വെറുതെ ക്യാമറ ഒക്കെ നോക്കി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായേ. പിന്നെ ഇന്നൂസ് ആ സമയത്ത് കുറച്ച് ഉറങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം മൊത്തത്തിൽ പറഞ്ഞാൽ ഞങ്ങൾക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ നമുക്ക് ഇതില്ലേ ഈ ടാബിൻ്റെ പേരും ഹെഡ്സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് ഖുർആൻ്റെ ഓരോരോ വോയിസോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് മൊത്തം ഖുർആനും നമുക്കിങ്ങനെ വെച്ച് കേട്ടിട്ട് ഇങ്ങനെ പോകാൻ പറ്റിയ എല്ലാ സംഭവങ്ങളും ഉണ്ട്. പിന്നെ അങ്ങനെ പിന്നെ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഓരോ കാര്യങ്ങളുണ്ടാവുമല്ലോ, ഈ ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്തൊക്കെ ചെയ്യേണ്ടത് അതൊക്കെ നല്ല ഡീറ്റെയിൽ ആയിട്ടുണ്ട്. എല്ലാ ഫ്ലൈറ്റിലും ഉണ്ടാവും, പക്ഷേ ഇത്രയും ഇതിൽ ഞാൻ കണ്ടിട്ടില്ല. കാരണം നല്ല ക്ലാരിറ്റിയുള്ള ഫോട്ടേജും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇതിൽ. അപ്പോൾ അതൊക്കെ നോക്കി ഞാൻ പിന്നെ അവിടെ തന്നെ വെച്ചു. പിന്നെ ഞാൻ നോർമലി എവിടെ പോകുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് നോക്കി ഇങ്ങനെ ഇരിക്കും. കാരണം ടൈം ആണല്ലോ, നമുക്ക് 4-5 മണിക്കൂറുണ്ടല്ലോ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇത് ഈ ഒരു ഹെഡ്സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ഹെഡ്സെറ്റൊക്കെ വെച്ച് ഒരു മാക്സിമം എൻജോയ് ആക്കിനി. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഇംഗ്ലീഷ് വെബ് സീരീസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ പിന്നെ കുറച്ച് ഇത് ബോറടിച്ചപ്പോൾ കുറച്ച് പാട്ട് കേട്ടു, അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. പിന്നെന്താ, ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായിട്ടൊന്നുമില്ല എന്താ കഥ തന്നെ. എന്നാലും ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഇരുന്ന് കാണാത്ര തന്നെ, ടൈം ആണല്ലോ നമുക്ക്. അതുകൊണ്ട് അങ്ങനെ കാണുന്നു. പിന്നെ ഇന്നൂസ് നല്ല ഉറക്കമാണ്. ഇന്നൂസ് ഇങ്ങനെ ഊരി പോവുകയായിരുന്നു. ഞാൻ കയറ്റി ഇരുത്തുന്നോളം ഊരി പോക്കാണ്. പക്ഷെ ആൾ നല്ല ഉറക്കമാണ്. ഏകദേശം നമ്മൾ എത്താനായപ്പോൾ അത് ഇന്നൂസ് എണീച്ചത് തന്നെ. ഞാനിതിലിങ്ങനെ ബാക്ക് അടിക്കും, പിന്നെ കുറച്ച് പാട്ട് കേൾക്കും. അപ്പോഴത്തേക്ക് നവാലി കുറച്ച് കരയും. അങ്ങനെയൊക്കെയാണ്. ഇതിൽ ഖുറാനൊക്കെ ഉണ്ട് കേട്ടോ, പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഖുറാൻ പാരായണം മൊത്തം ഇങ്ങനെ കേട്ടോണ്ടിങ്ങനെ പോവാം. അൽഹംദുലില്ലാ നല്ല റാഹത്തായിരിക്കും ഇങ്ങനെ കേട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഒന്നുമില്ലെങ്കിൽ ഇത് വെച്ച് ഇങ്ങനെ ഇരുന്നാലും മതി. മറ്റെന്താ പറയുക, അടുത്തൊന്നും അറിയില്ല. അങ്ങനെ നമുക്കിങ്ങനെ കേട്ടിട്ട് ഇങ്ങനെ പോകാമല്ലോ, അങ്ങനെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നവാല് കരയുമ്പോൾ ഞാനിത് ഓഫാക്കിയിട്ട് അടിയിലോട്ടാക്കും, പിന്നെയും പാൽ കൊടുക്കും. പിന്നെ അങ്ങനെയാണ് അവിടെ എത്തിയത്. അങ്ങനെയൊക്കെയാണ് എക്സ്പീരിയൻസ്. പിന്നെ ആൾ ഉറങ്ങിയപ്പോൾ ഞാൻ മെല്ലെ കിടത്തി. കുറച്ച് സമയം കിടക്കും, പിന്നെ എണീക്കും. അങ്ങനെയൊക്കെയാണ് ഉണ്ടായത്. പക്ഷേ ട്രാവലിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുമ്പം അടിപൊളിയാണ്. ഞാൻ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ റിലാക്സ് ചെയ്തിട്ട് പോകുന്നത്. അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ടയേർഡാവലാണ്. നമുക്ക് ഒന്നാമത് ബാക്ക് പെയിൻ ഉള്ളതുകൊണ്ട് തന്നെ കുറേ സമയം ഇതാക്കാനൊന്നും കഴിയില്ല. ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല, നമുക്കൊന്ന് ഫ്രീ ആയിട്ടിരിക്കുക. ഞാൻ വിചാരിച്ചു അവിടെ എത്തുന്നവരെ ഞാൻ പെടാപ്പാട് പോലും 2 കൊണ്ട്. പക്ഷേ ഇന്നും ഉറങ്ങി. നവാലു അത്യാവശ്യം വലിയ ഇടങ്ങാറും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അൽഹംദുലില്ലാ നല്ല റാഹത്തിൽ തന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതാ ഈ ടാബ് തോന്നിക്കൊണ്ട് നിൽക്കലാണ് കേട്ടോ. ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കലാണ്. വേറെ പ്രത്യേകിച്ച് അവിടെ പണിയൊന്നും ഇല്ലല്ലോ. അങ്ങനെയൊക്കെ സർവൈവ് ചെയ്ത് വന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഹെഡ്സെറ്റൊക്കെ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു ഈ ഹെഡ്സെറ്റൊക്കെ യൂസ് ചെയ്യുന്നത്. ഇങ്ങനത്തെ ടൈപ്പ് ഹെഡ്സെറ്റ് ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. പിന്നെയും ഈ ഒരു വീഡിയോ തന്നെ പിന്നെയും ഇങ്ങനെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ ഈ വെബ് സീരീസ് എന്താണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതാ ഫുഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബണ്ണ്, പിന്നെന്താ വെള്ളമൊക്കെ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ വെള്ളം കൊണ്ടുവരുന്നത്. നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളം. പിന്നെ ജ്യൂസ് ഉണ്ട്, പിന്നെ നമുക്ക് ബട്ടർ ഉണ്ട്, പിന്നെ വെച്ചാൽ പഞ്ചസാര, ചായപ്പൊടി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ട്. പിന്നെ ഇവർ
എക്സ്ട്രാ ചായയും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഇതിൽ നഗറ്റ്സും പിന്നെ മുട്ട ഓംലേറ്റും സോസേജും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ അതേപോലത്തെ പാക്കേജ് ഇന്നുവിനും കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പ്ലേറ്റ് എടുക്കാൻ വരുമല്ലോ, അപ്പോൾ ഇത് തിരിച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്നു എണീക്കും കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഇന്നുവിൻ്റെ ഫുഡ് പിന്നെ അവർക്ക് തിരിച്ച് കൊടുക്കേണ്ട വന്നു. തിരിച്ചു കൊടുത്തു ഞാൻ. പിന്നെ അവളെന്തായാലും അങ്ങനത്തെ ഒന്നും കഴിക്കൂല ചില ടൈമിലൊന്നും. ഉറങ്ങിയണിച്ചോടെ എന്താ മൂടെന്നൊന്നും പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഞാൻ എന്താക്കി ബണ്ണും ബട്ടറും വാട്ടറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ജ്യൂസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അത്യാവശ്യം ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ കഴിയുമ്പോൾ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എണീച്ചപ്പോൾ ഞാൻ അത് എടുത്ത് കൊടുത്ത്. എന്നിട്ട് ആൾക്ക് ഇത് ഹെഡ്സെറ്റൊക്കെ വെച്ച് കൊടുത്തപ്പോൾ ആൾ ഇതെന്താ സംഭവം എന്നുള്ള ലെവലിലായിരുന്നു ഫസ്റ്റ്. പിന്നെ അങ്ങനെ എൻജോയ് ചെയ്തു. ആൾ കുറേ നാൾ എക്സ്പീരിയൻസ് ചെയ്ത പോലത്തെ ഈ ബിഹേവിയറാണ് ഇന്നിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. കാരണം അവൾക്ക് ഒന്നും പുതുമ പോലെ തോന്നിയിട്ടില്ല. അതൊക്കെ വെച്ച് എൻജോയ് ചെയ്തിട്ടായിരുന്നു ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായത്. പിന്നെ ഏകദേശം എത്താനായപ്പോഴാണ് ആൾ എണീച്ചിട്ടുണ്ടായത്. പിന്നെ ആൾക്ക് ബണ്ണ് കഴിച്ചിട്ട് രാവിലെ, അതായത് രാത്രി മര്യാദയ്ക്കൊന്നും കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ രാവിലെ ഇപ്പോൾ ഏകദേശം ഒരു 12 മണി ആയിട്ടുണ്ടാവും നാട്ടിലെ. അപ്പോൾ ആൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. ബണ്ണൊന്നും കഴിച്ചിട്ട് ഒക്കെ ഒന്നും തൃപ്തി ആയിട്ടുണ്ടായിട്ടില്ല. പിന്നെ ചോറ് എന്നിട്ട് കരച്ചിലായിരുന്നു. പിന്നെ ഏകദേശം അവിടെ എത്താനായി. പിന്നെ ഞാൻ പറഞ്ഞു നമുക്ക് വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ലെവലുണ്ടായി. അപ്പോൾ ഇതാ ഏകദേശം നമുക്ക് ലാൻഡ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ മൊത്തത്തിലുള്ള എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. പിന്നെ 1.5 മാസത്തിന് ശേഷം ആദ്യം കുവൈറ്റിലേക്ക് എത്തിയില്ല. ഞാൻ പോകുമ്പോൾ വിചാരിച്ച 5-6 മാസം നാട്ടിലേക്ക് നിന്നിട്ടേ വരുമെന്നാണ്. പിന്നെ നമുക്ക് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായതുകൊണ്ട് നമ്മൾ വന്നു. അപ്പോൾ ഇക്ക കൂട്ടാൻ വന്നിട്ടില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇക്കാക്ക് പണീൻ്റെ കുറച്ച് പണിയും കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇക്കാൻ്റെ ബ്രദറാണ് വന്നത്. പിന്നെ ഇക്ക പണി കഴിഞ്ഞ് വരുമ്പോൾ ഈവനിങ് ആയിന്. അപ്പോഴത്തേക്കാണ് കണ്ടത്. പിന്നെ അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തിച്ചിട്ടുണ്ട്. നമ്മൾ റൂമിലേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പം എന്നെല്ലാം സെറ്റ് ചെയ്ത് വെക്കണം.